നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒഴിച്ചിലായിൽ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. ഈ ക്ഷേത്രത്തിനൊരു 100 വർഷത്തിലധികം പഴക്കമുണ്ട്. അതുപോലെ തന്നെ സ്വാമി, എനിക്ക് അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിറയെ ആളുകൾ വരുന്നുണ്ട്. പല പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. സാധാരണ രീതിയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞിട്ടുള്ള ഭക്തജനങ്ങളാണ് വരുന്നത്? സ്വാമി സന്നിധിയിൽ അനവധി ആൾക്കാർ പല ദുരിതങ്ങളും അനുഭവിക്കുന്നവർ വരാറുണ്ട്. സന്താന ദുരിതങ്ങൾ, ഭൂമി വിൽപ്പന, വിദ്യാഭ്യാസം, സാമ്പത്തികം, ശത്രുദോഷം, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന പല ആൾക്കാരും സ്വാമി സന്നിധിയിൽ എത്തിച്ചേരാറുണ്ട്. ഈ സന്താന ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന ആൾക്കാർക്ക് സ്വാമിയുടെ നിർദ്ദേശപ്രകാരം നോക്കി അവർക്ക് വല്ല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വല്ല സർപ്പദോഷങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്ത് സ്വാമി ഇവിടുന്ന് സ്വാമിയുടെ അഭിഷേകം ചെയ്ത ഭസ്മമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സന്താനമൊക്കെ ഉണ്ടായ അനവധി അനുഭവങ്ങൾ സ്വാമി സന്നിധിയിലുണ്ട്. ഈ വെയിൽ വഴിപാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാർവതി ദേവി ദിവ്യായുധമായിട്ട് കൊടുത്തൊരു വെയിലാണ് മുരുകൻ. അപ്പം അതിൻ്റെ ഒരു പ്രധാന ഒരു വഴിപാടാണ് സ്വാമിയുടെ ക്ഷേത്രത്തിലത്. ഇവിടെ വരുന്ന പല ഭക്തർക്കും കൈവശപ്രയോഗ ദോഷത്താൽ സ്വാമിയുടെ അടുത്ത് വരാറുണ്ട്. അവർക്ക് മാനസിക ഭ്രാന്തി, മനസ്സമാധാനമില്ലായ്മ, അങ്ങനെയുള്ള പല ആൾക്കാരും സ്വാമി സന്നിധിയിൽ വരാറുണ്ട്. എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊക്കെ സ്വാമി തീർത്തുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്ന ആൾക്കാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി നടത്തി കൊടുക്കാറുണ്ട്. എല്ലാ ദോഷവശങ്ങൾക്കും പരിഹാരം കാണാനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും മറ്റെല്ലാ പ്രതിബന്ധങ്ങൾക്കും പരിഹാരമായി കടങ്ങോട് സ്വാമിപ്പടി സുബ്രഹ്മണ്യ സ്വാമിയാർ മഠത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ 12 മണി മുതൽ ബിജു ആനന്ദസ്വാമിയുടെ കൽപ്പനയുണ്ടായിരിക്കുന്നതാണ്. ബിജു ആനന്ദസ്വാമി, സ്വാമിപ്പടി, PO കടങ്ങോട്, എരുമപ്പെട്ടി, തൃശൂർ ഡിസ്ട്രിക്ട്, കേരള.